ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വൈറലായിട്ടുള്ള ഒരു ബ്രൗണി വിത്ത് കുനാഫ ഉണ്ടല്ലോ, ആ ഒരു ചീസ് കേക്കിൻ്റെ ആ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടൊരു ബ്രൗണിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രൗണീൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 100 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബട്ടർ നിങ്ങൾക്കിപ്പോൾ സോൾട്ടഡും എടുക്കുക അല്ലെങ്കിൽ അൺസോൾട്ടഡും എടുക്കുക, ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഇല്ല, അതാണ് കേട്ടോ ചേർക്കേണ്ടത്. ചോക്ലേറ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഹാഫ് പോർഷൻ ആക്കിയിട്ട് ഡാർക്കും മിൽക്കും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഡാർക്ക് എടുക്കുക, അല്ലെങ്കിൽ മിൽക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ബ്രൗണിക്ക് സാധാ യൂസ് ചെയ്യൽ എല്ലാവരും ഡാർക്കാണ്. അപ്പോൾ ഡാർക്കാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ബട്ടറും ചോക്ലേറ്റൊക്കെ നല്ലോണം മെൽറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചോക്ലേറ്റ് ഇതൊക്കെ ഒന്ന് തണുത്ത് വരണമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ട ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരക്കപ്പ് ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ 1/4 കപ്പ് വൈറ്റ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അതൊക്കെ ഞാനിവിടെ അളവിടെ എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ എടുക്കാം കേട്ടോ. ഷുഗറും കൂടെ നല്ലോണം ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. നല്ലോണം ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ഒരു ഷുഗർ ഇതൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളായി നേരത്തെ ഡബിൾ ബോയിലിംഗ് ചെയ്ത ബട്ടറും ചോക്ലേറ്റും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സോൾട്ട്, പിന്നെ ബേക്കിംഗ് പൗഡർ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ ബാറ്ററിലേക്ക് ചെയ്ത് കൊടുത്താലും മതിയെ. എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രൗണി ഉണ്ടാക്കിയെടുത്താൽ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ക്രാക്കൊക്കെ ഉള്ള നല്ല ബ്രൗണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഞാൻ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിതൊക്കെ കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് വെച്ചാൽ നമ്മളെ വീഡിയോ ഒന്നും കൂടെ ഒന്ന് ലെങ്ത്തായി വരും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഒന്ന് എല്ലാം ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ടൈം എടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ബീറ്റിങ്ങും അതൊക്കെ. അപ്പം നമ്മൾ ഈ ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കാനാണ് വേണ്ടത്. ഞാനിപ്പം നമ്മൾ കുനാഫൻ്റെ ആ ഒരു മിക്സ് ഉണ്ടാക്കുന്ന ഏത് പാത്രത്തിലാണോ ആ ഒരു പാത്രത്തിലാണ് നമുക്ക് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് കുനാഫൻ്റെ ചീസ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രമാണ് കേട്ടോ ചേർത്ത് എടുക്കുന്നത്. കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ സാധാ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഈ ഒരു നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മളെ മേലെ നല്ല ക്രാക്കൊക്കെ ഉള്ള നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രൗണി നമുക്ക് കിട്ടും. അപ്പം നല്ല ഇല്ലേ ബ്രൗണി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ പാത്രത്തിൽ നിന്ന് അടിയിലത്തെ ആ ബേക്കിംഗ് പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കണമല്ലോ നമ്മൾ കുനാഫൻ്റെ ആ ഒരു ചീസ് കേക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പേപ്പർ ഇതൊക്കെ മാറ്റി കൊടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കേക്കൊന്ന് സോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ മിൽക്കും ഒന്ന് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് സോക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. ആ സമയത്ത് നമുക്ക് കുനാഫ ഉണ്ടാക്കണ്ടേ. അപ്പോൾ കുറച്ചൊരു സ്റ്റെപ്സൊക്കെ കൂടുതലുള്ള ഒരു ചീസ് കേക്കാണ് കേട്ടോ ഇതൊക്കെ. ഒന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാനിവിടെ കുനാഫ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താലും മതിയേ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് അതിലേക്ക് ഈ കുനാഫ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. കരിയാത്ത രീതിയിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. എന്നാലും ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറിൽ ഞാനിതൊന്നും ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അതാണ് കേട്ടോ കുനാഫൻ്റെ ആ ഒരു പിസ്ത ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിസ്ത പൊടിച്ചെടുത്തതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്ത നമ്മൾ തോടോട് കൂടിയിട്ട് വാങ്ങിയത് അതൊന്ന് തോലും ഇതൊക്കെ കളഞ്ഞിട്ട് ഗ്രൈൻഡറിലൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതിയേ. എൻ്റെ ആ കുനാഫൻ്റെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ അതിലുണ്ട്. ഇതുപോലെ എല്ലാം ഒന്നിച്ചിട്ടിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എല്ലാം ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അളവും കാര്യവും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അളവിന് അനുസരിച്ചിട്ട് കുട്ടിങ്ങൾക്കൊക്കെ ചെയ്യട്ടെ. എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു ഗ്രീനിഷ് കളർ കിട്ടണമെങ്കിൽ ഒരു ഡ്രോപ്സ് ഗ്രീൻ കളർ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പം ഗ്രീൻ കളറൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് അത് കുനാഫൻ്റെ അതവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. പിന്നെ നമുക്ക് ഫില്ലിങ് വേണമല്ലോ, നമ്മൾ ചീസ് കേക്ക് അല്ലേ. അപ്പോൾ ചീസ് കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. 180 ഗ്രാം എന്നിട്ട് എടുത്തിട്ടുള്ളത്. അത് ഫിലാഡൽഫിയൻ്റെ ചീസ് കേക്കാണ് ചീസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബ്രൗണി ഉണ്ടാക്കിയ ആ ഒരു മിക്സിയിൽ പാത്രമില്ല അതിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ എന്നിട്ടാണ് ചെയ്യുന്നത്. അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാക്ടോപ്പിൻ്റെ ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഷുഗറൊക്കെ ഉണ്ട്. അപ്പോൾ ഷുഗർ ഇല്ലാത്ത ക്രീമാണെങ്കിൽ നിങ്ങൾ ഒന്നിക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് എന്താ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ. പിന്നെ ഷുഗർ ഇല്ലാത്ത ക്രീമാണെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ ആ ചീസിന് ആ ഒരു ഷുഗർ ഫ്ലേവർ കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷുഗർ ചേർത്ത് കൊടുക്കട്ടോ. ക്രീം ഷുഗർ ഇല്ലെങ്കിൽ അപ്പോൾ ഞാനിവിടെ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര നല്ല കട്ടിയിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കണമെങ്കിൽ കുറച്ചൊന്ന് ജലാറ്റിന് മിക്സ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്താൽ നമ്മൾ ആ ചീസ് നല്ലൊരു തിക്കായിട്ട് വരും കേട്ടോ. ഞാനിപ്പം ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ബീറ്റർ നമ്മൾ ക്രീമൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതോടെ മാറ്റി വെക്കട്ടെ. പിന്നെ മേലെ ഞാനൊരു ഗനാഷ് ഉണ്ടാക്കുന്നുണ്ട്. മേലെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ചോക്ലേറ്റും അതുപോലെ തന്നെ ക്രീമും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗനാഷ് വേണ്ടെങ്കിൽ സാധാ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഈ ബ്രൗണി ഇതൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഷുഗർ ചേർത്ത് നമ്മൾ ചോക്ലേറ്റും ഇതൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ കുനാഫൻ്റെ അതവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുനാഫൻ്റെ ആ ക്രീമില്ലേ അത് ചേർത്ത് കൊടുത്തത് അത് ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ലെയറായിട്ട് ഇതാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഫില്ലിങ് നമുക്ക് ഫുള്ളായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിസ്ത പൊടി വേണ്ടെങ്കിൽ പിസ്ത ക്രഷ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്തായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ മേലേക്ക് പിസ്തൻ്റെ ആ ഒരു പൗഡറും കൂടെ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതുപോലത്തെ ചീസ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ, അല്ലെങ്കിൽ നല്ല ഫുള്ളായിട്ട് നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നാം പുസ്തകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ക്രീം നിങ്ങൾക്ക് നല്ല ഒരു തിക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ജലാറ്റിന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് അതിൻ്റെ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാണ്. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു മുറിച്ചെറുക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ക്രീം ചീസ് കിട്ടും. ഞാനിപ്പം ആ ഒരു ജലാറ്റിൻ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് എൻ്റെ ക്രീം കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രീം ചീസ് കേക്ക് നല്ല കട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ ആ ഒരു ജലാറ്റിന് യൂസ് ചെയ്താൽ മതിയേ. അതിൻ്റെ മേലേക്ക് ഞാൻ ഈ ക്രീം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം എൻ്റെ കുറച്ചൊന്ന് ലൂസായിരുന്നു കേട്ടോ, അതാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ലൂസ് വേണമെങ്കിൽ ജലാറ്റിൻ ചേർത്ത് കൊടുത്താൽ നമ്മൾ ആ ചീസ് കേക്കില്ല ആ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു കോരി കഴിക്കുന്ന ആ ഒരു രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു ഫില്ലിങ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. ഒന്ന് സെറ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ ശരിയാക്കി വെച്ച് ഇതുണ്ടല്ലോ നമ്മൾ ഗനാഷ് അത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗനാഷ് ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഒഴിച്ചെടുത്താലും മതി കേട്ടോ.
കുറച്ചും കൂടെ ഒന്ന് ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഗനാശ എന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് എല്ലാ രീതിയിലും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് പിസ്തൻ്റെ കുറച്ചും കൂടെ ഉള്ളത് ഞാൻ കുറച്ചൊന്ന് വെതറി കൊടുക്കാൻ എന്നിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നല്ലോണം ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. എന്നാലും നമ്മൾ ആ ഒരു എല്ലാം നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല ഒരു ടേസ്റ്റുള്ള നല്ലൊരു ക്രീം ചീസിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതപ്പോൾ ഇത് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങി വയ്ക്കുമ്പോൾ നല്ല പൈസ കൊടുക്കണ്ടേ. അപ്പം ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ചീസ് കേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അടിയിലത്തെ ആ ഒരു പാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ എൻ്റെ ക്രീം കുറച്ച് ലൂസായിരുന്നെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ട് ചെയ്തിട്ട് കഴിക്കണമെങ്കിൽ ജലാറ്റിൻ ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു ക്രീമിൽ. അപ്പം അതന്നിട്ട് ഞാനിവിടെ വീണ്ടും പറയുന്നത്. അപ്പം ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ എന്നിട്ടാണ് വേണ്ടത്. കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസായിരിക്കും ഈ ഒരു ക്രീം. അപ്പം ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ജലാറ്റിൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള നല്ലൊരു കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.